തെന്നിന്ത്യയെ പിടിച്ചുകുലുക്കിയ ഏറ്റവും വലിയ സത്യപ്രതിജ്ഞയായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയ് നടത്തിയത്. സി ജോസഫ് വിജയ് എന്നും ഞാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി പങ്കെടുത്തത് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ആദ്യം ഈ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനുശേഷം എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇതിനെതിരെ പരാതി നൽകിയത് എന്നും നമുക്ക് പരിശോധിക്കാം. We extend a hearty welcome to the Honorable Chief Minister Designate Thiru C. Joseph Vijay. ഈ വീഡിയോ ഇനി ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സങ്കേതങ്ങൾ ഇതിനകം ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ് ഇൻസ്റ്റഗ്രാമിനെ കൊണ്ട് ഇങ്ങനെ ഒരു പണിയെടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സർക്കാർ വിരുദ്ധമായിട്ടുള്ളതോ ദേശീയ വിരുദ്ധമായിട്ടുള്ളതോ രാജ്യത്തിനെതിരായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റുകൾ അടങ്ങുമ്പോഴാണ് അത്തരം കണ്ടന്റുകൾ നിരോധിക്കപ്പെടുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ആ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോയും ഫോട്ടോയും പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഈ കണ്ടന്റ് ബ്ലോക്ക് ചെയ്യപ്പെടേണ്ട ഒരു കാരണം ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. ഇൻസ്റ്റഗ്രാം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം 12 മില്യൺ ആളുകളാണ് വിജയുമായി രാഹുൽ ഗാന്ധി എടുത്ത ഫോട്ടോ കണ്ടിരിക്കുന്നത്. വീഡിയോ ആവട്ടെ 46 മില്യൺ ആളുകളാണ് ഇതിനകം കണ്ടിരിക്കുന്നത്. അതിവേഗത്തിൽ ഇന്ത്യയിൽ ആശകലം ഈ വീഡിയോയും ഫോട്ടോയും പ്രചരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അസൂയ മൂത്ത് തന്നെയാണ് BJP ഇങ്ങനെ ഒരു പണിയെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ലോകത്തെ ആകെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരു സങ്കേതം ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ നിർദ്ദേശമുണ്ടായപ്പോൾ എന്തിനിത് ബ്ലോക്ക് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യത ഇൻസ്റ്റഗ്രാമിനുണ്ട്. പക്ഷേ അവർക്കത് നൽകാൻ സാധിക്കില്ല. കാരണം ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ നേരിട്ട് ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരു സങ്കേതത്തോട് ആവശ്യപ്പെട്ടാൽ അത് നീക്കം ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷേ അപ്പോഴും നീക്കം ചെയ്യാനുള്ള ഉപാധികൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ഇത്തരം സങ്കേതങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സൂചിപ്പിച്ച ഒരു ഘടകവും ഈ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒരു കാലഘട്ടത്തിലും ഒരു കാരണമായി മാറില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വിജയ്ക്കുണ്ടാകുന്ന ജനപിന്തുണയല്ല BJPയെ വല്ലാതെ വിഷമിപ്പിച്ചത്. മറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഈ വീഡിയോയും ഈ ഫോട്ടോയും വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണയാണ് അവരെ വല്ലാണ്ട് അസൂയപ്പെടുത്തിയത്. അടുത്ത കാലത്തൊന്നും ഒരു വീഡിയോ ഇതുപോലെ പ്രചരിപ്പിക്കപ്പെട്ടില്ല. സ്വാഭാവികമായും ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന പിന്തുണ 10 മടങ്ങ് വർദ്ധിക്കുമെന്നും അത് ഇന്ത്യയിലാസകലം പ്രചരിപ്പിക്കപ്പെടുമെന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് നന്നായി അറിയാം. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കള്ളപ്പണി യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. നവമാധ്യമങ്ങളിൽ കടന്നു വരുന്ന വീഡിയോകളും ഫോട്ടോകളും പൊതുവെ നിയന്ത്രണ വിധേയമാക്കാൻ അതിനകത്തുള്ള കണ്ടന്റുകളെ ആസ്പദമാക്കി മാത്രമേ സർക്കാരിന് സാധിക്കുകയുള്ളൂ. ഇവിടെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വീഡിയോ, അതിനകത്ത് ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും സർക്കാരിനെയോ അതല്ലെങ്കിൽ ദേശീയ വാദത്തെയോ വിമർശിക്കപ്പെടുന്ന ഒരു ഘടകം നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു പണി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്.
ആ അജണ്ട എന്ന് പറയുന്നത് വിജയിയോടൊപ്പം രാഹുൽ ഗാന്ധി ചേർന്ന് നിന്നെടുത്ത ഫോട്ടോ അത്രമേൽ ഇഷ്ടത്തോടെ ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത്തരം ഏറ്റവും വലിയ ജനനായകന്മാർ അല്ലെങ്കിൽ അബ്രപാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ നായകന്മാരോടൊപ്പം രാഹുൽ ഗാന്ധി വന്ന് ഫോട്ടോ എടുത്താൽ അത് അവർക്ക് മാത്രമല്ല രാഹുലിനും വലിയ തോതിലുള്ള പിന്തുണയുണ്ടാക്കും എന്ന സത്യം ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചറിഞ്ഞു. തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ വിജയിയോടൊപ്പം കോൺഗ്രസ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് വലിയ തോതിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് DMK എന്ന പാർട്ടിയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നാണ്. ദീർഘകാലമായി ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കൊച്ചു അധികാര കേന്ദ്രം ലഭിക്കുന്നതിന്റെ ഭാഗമായി തള്ളിപ്പറഞ്ഞ കോൺഗ്രസിനെ ഇനി ആര് വിശ്വസിക്കും എന്ന വലിയ ചോദ്യമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചത്. അപ്പോഴും കോൺഗ്രസിന് കൃത്യമായ മറുപടികൾ പറയാനുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് UPA സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ DMK ആ സർക്കാരിന്റെ ഭാഗമായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ആ സർക്കാരാണ് ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ആ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി വിത്ത് ദ വേൾഡ് എക്കോണമി എന്ന ആശയവും ഫ്രീ ലൈസൻസിംഗ് സമ്പ്രദായവും ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതുവഴി ഇന്ത്യയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സാമ്പത്തിക മണ്ഡലത്തിലാകെ ഉണ്ടായത്. നിരവധിയായിട്ടുള്ള വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ വന്നതും ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ മാറ്റത്തിന്റെ ഒരു വലിയ ദിശ ഇന്ത്യക്കായി കാണിച്ച അതേ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ് പിന്നീട് 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത്. നല്ല രീതിയിൽ ഭരണവുമായി മുന്നോട്ട് പോയ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകൂടത്തെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് എത്തിച്ചത് DMK മന്ത്രിമാരുടെ കൊടിയ അഴിമതികളായിരുന്നു. ആ അഴിമതിയെല്ലാം നടത്തിയിട്ടും തങ്ങളുടെ പാളയത്തിൽ നിന്ന് DMKയെ മാറ്റാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായില്ല. തമിഴ്നാട്ടിൽ 2 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ 2 തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകാൻ MK സ്റ്റാലിൻ തയ്യാറായില്ല. കോൺഗ്രസ് ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുമ്പോഴും ആ മുന്നണിയിലെ ആ ഭരണകൂടത്തിന്റെ ഭാഗമായി മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട മന്ത്രിപദങ്ങൾ നൽകുന്ന കാര്യത്തിൽ പോലും MK സ്റ്റാലിൻ വിമുഖത കാട്ടി. എന്നിട്ടും MK സ്റ്റാലിനെ കൂടെ നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ എതിർക്കാനുള്ള ഒരു കക്ഷിയെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് MK സ്റ്റാലിനേക്കാളും ശക്തമായിട്ടുള്ള മതേതര ബോധം ഉയർത്തിപ്പിടിക്കുന്ന ജനനായകനായി ജോസഫ് വിജയ് മാറി എന്നുള്ളതാണ്. ജോസഫ് വിജയ് 2009 തന്നെ കോൺഗ്രസിൽ ചേരാൻ ദില്ലിയിലെത്തിയാണ്. അന്നു മുതൽ തന്നെ രാഹുൽ ഗാന്ധിയുമായി വ്യക്തിപരമായ വലിയ അടുപ്പം അദ്ദേഹം സൂക്ഷിച്ചു. ഈ ഒരു ഘട്ടത്തിൽ 118 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വിജയിന് സാധിക്കാതെ വന്നപ്പോഴാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ തയ്യാറായത്. കോൺഗ്രസിന്റെ വഴി ശരിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നീട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് CPM-ഉം CPI-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതേ വഴിയിലേക്ക് വന്നത്. അങ്ങനെയാണ് 120 സീറ്റുകളുമായി വിജയ് അധികാരത്തിലേക്ക് എത്തിയത്. വിജയ് അധികാരത്തിലെത്തുമ്പോൾ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ ഏറ്റവും വലിയ പിന്തുണ നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതേ വേദിയിൽ വെച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ചും സൂചിപ്പിച്ചപ്പോഴും വളരെ കൃത്യതയോടുകൂടി വിജയ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. മൈ ബ്രദർ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ സമയത്തുണ്ടായ കരഘോഷം ഒരിക്കലും തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടാത്ത ഒരു കരഘോഷമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഈ ഫോട്ടോയും വീഡിയോയും തൻ്റെ സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിൽ പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മില്യൺ കണക്കിന് ആളുകൾ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇത് BJPക്ക് ഉണ്ടാക്കിയ തലവേദന ചെറുതല്ല.
ആ തലവേദനയിൽ നിന്ന് തലയൂരാൻ മറ്റു മാർഗങ്ങൾ അവലംബിക്കുന്നതിന് പകരം ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരു വമ്പൻ കമ്പനിയെ ആശ്രയിച്ച് അവരുമായി നിരവധിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി അതിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന നിരുത്തരവാദപരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ശ്രീ വിജയ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സോഷ്യൽ മീഡിയയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമായി കാണുന്ന പുതുതലമുറയിലെ ചെറുപ്പക്കാർക്ക് ഇതൊരു വലിയ അപകട സൂചനയായി മാറുകയാണ്. ഞങ്ങൾ ഈ വാർത്ത തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഈ ഫോട്ടോയും ഈ വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇതിനകത്ത് കാണുന്ന യഥാർത്ഥ ലൈക്കുകളുടെ എണ്ണം, യഥാർത്ഥ വ്യൂവർഷിപ്പ് അത് നേരത്തെ ഉണ്ടായതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.